ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആൻമേരി ബിജോയ്, ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് CSI സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിൻ്റെ 200-ാം ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 108-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ 2 മാർഗങ്ങളുണ്ട്. 1 മനുഷ്യരിൽ ആശ്രയിക്കുക, 2 കർത്താവിൽ ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ പരാജയപ്പെടും എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ ജയാളിയാകുമെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാണ് പ്രിയമുള്ളവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരാണ് പ്രിയമുള്ളവർ എന്നും എന്താണ് അവരുടെ പ്രത്യേകതകളെന്നും ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. 1 സുവിശേഷത്തിന് ചുമൽ കൊടുക്കുന്നവൻ. സുവിശേഷത്തിന് ചുമൽ കൊടുക്കുന്നവൻ, കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവൻ, അതാണ് പ്രിയമുള്ളവരുടെ ഒരു പ്രത്യേകത. 2 സുക്കോത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ബൂത്ത് എന്നാണ്. അതായത് കർത്താവിൻ്റെ ആത്മാവിനെ താമസിപ്പാൻ ഇടം കൊടുക്കുന്നവൻ. കർത്താവിൻ്റെ ആത്മാവിനെ സ്വസ്ഥമായി താമസിപ്പാൻ നാം നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുക്കണം. 3 ഗിലെയാദ് അഥവാ റോക്കി റീജിയൻ, ക്രിസ്തുവെന്ന യുഗങ്ങളുടെ പാറമേൽ നിൽക്കുന്നവൻ, അതായത് വചനത്തിൽ ജീവിക്കുന്നവൻ. 4 മനശ്ശ എന്ന വാക്കിൻ്റെ അർത്ഥം കഷ്ടങ്ങളെ മറന്ന് ക്രിസ്തുവാകുന്ന പാറമേൽ നോക്കി പ്രത്യാശയുള്ളവനായി നിൽക്കുന്നവൻ. 5 എഫ്രൈം എന്ന വാക്കിൻ്റെ അർത്ഥം ഇരട്ടി അഭിഷേകം പ്രാപിച്ചവൻ, ഇരട്ടി പങ്ക് പ്രാപിക്കുന്നവർ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. 6 ജൂദ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം സദാസമയവും കർത്താവിനെ സ്തുതിക്കുന്നവൻ. ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്നവർ. ഇങ്ങനെ ആശ്രയിക്കുന്നവരുടെ മുന്നിൽ ലോകത്തെ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ മനുഷ്യരെ ആശ്രയിക്കുന്നവർ, അവർ എല്ലാവരും പരാജയപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവൻ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും അവനെ കർത്താവ് സഹായിക്കും. കർത്താവ് അതിനുള്ള കൃപ തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കർത്താവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.